ഒരാളുടെ ദുആ അങ്ങനെ രണ്ടാളുടെ ദുആ ഏതാണ് ചോദിക്കുന്നത്? ആമീൻ പറഞ്ഞു. അപ്പോൾ ഒരാൾ ദുആ ചെയ്ത് അത് അടുത്ത ആൾ ആമീൻ പറഞ്ഞാൽ അത് രണ്ടുപേര് ദുആ ചെയ്തതുപോലെയാണെന്ന് ഖുർആൻ പറയാണ്. സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ അർറുഇയ സാലിഹ, സാലിഹായ സ്വപ്നങ്ങളാണ്. ഇൻഫാഖിനെ കുറിച്ചുള്ള വിവരണം സൂറത്ത് തൗബയിലെ 42-ാമത്തെ ആയത്ത് മുതലുണ്ട്. ഇവർക്ക് മുന്നറിയിപ്പ് നൽകണം. ഈ അവരാരാണ് ഇവരാരാണ് രണ്ട് വ്യാഖ്യാനമുണ്ട്. നിന്നും ഇരുന്നും കിടന്നും ദുആ ചെയ്യും. നല്ലൊരു മൂത്രത്തിൽ കല്ല് വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന് വിളിയോട് വിളിയായിരിക്കും. അങ്ങനെ തന്നെ ദൂരീകരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ലാത്തതുപോലെ അവൻ മറന്നു കളയും. ഇപ്പം സെറ്റിലായി എന്ന് തോന്നുമ്പോൾ മരണം നമ്മളെ തേടിയെത്തുന്ന 11-ാമത്തെ ജുസ് സൂറത്ത് തൗബയിൽ നിന്നുള്ള 6 പേജുകൾ, അതുപോലെ സൂറത്ത് യൂനസിൽ നിന്നുള്ള 14 പേജ്, 13.5 പേജാണ് സൂറത്ത് യൂനസുള്ളത്. അതും 6 പേജ് സൂറത്ത് തൗബയിൽ. സൂറത്ത് തൗബയുടെ വിഷയം എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സൂറത്തുൽ അൻഫാൽ മുതൽ തന്നെ സൂറത്തുൽ അൻഫാലിലും തൗബയിലും ബദർ, ഹുനൈൻ, തബൂക്ക് തുടങ്ങിയ സംഭവങ്ങൾ, യുദ്ധങ്ങൾ, ഫതഹ് മക്കയുമായി ബന്ധപ്പെട്ട് അതിനുശേഷമുണ്ടായ തങ്ങളുടെ സൈനിക മുന്നേറ്റങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഹിജറയുടെയും ജിഹാദിൻ്റെയും ധാരാളം ആയത്തുകൾ സൂറത്ത് തൗബയിലുണ്ട്. ജിഹാദുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈമാനിൻ്റെ വലിയ പരീക്ഷണം വരുമ്പം മുനാഫിക്കുകൾക്ക് മാറി നിൽക്കേണ്ടി വരും. അപ്പോൾ നിഫാഖിനെ കുറിച്ചുള്ള വിവരണം സൂറത്ത് തൗബയിലെ 42-ാമത്തെ ആയത്ത് മുതലുണ്ട്. അതിനുശേഷം അവസാനത്തെ 6 പേജാണ് ഈ 11-ാമത്തെ ജുസ്ഇലുള്ളത്. ഇതിൽ പ്രധാനമായിട്ടുള്ള 3 സംഗതികൾ. ഒന്ന്, തബൂക്കിനെ കുറിച്ച് പരാമർശിച്ച് തുടങ്ങി 3 പേർക്ക് പോകാൻ സാധിച്ചില്ല. അറബികൾക്ക് ഈത്തപ്പഴം പഴുക്കുന്നത് ചൂടിലാണ്. വർഷത്തിൽ അവർക്ക് ഉണ്ടാകുന്ന വരുമാനം 1-2 തവണയാണ്. ആ സമയത്ത് അവർ സ്ഥലത്തില്ലെങ്കിൽ 1 വർഷത്തേക്കുള്ള വരുമാനമാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്. ആ സമയത്താണ് തങ്ങൾ തബൂക്കിലേക്ക് സൈന്യത്തെ അയക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ തങ്ങൾ എല്ലാവരും വരണം എന്ന് പറയാറില്ല, എന്നാൽ തബൂക്കിൽ എല്ലാവരും വരണം എന്ന് പറഞ്ഞു. പോകാൻ ഉദ്ദേശിച്ച 3 സഹാബികൾക്ക് പോകാൻ സാധിച്ചില്ല. 3 പേര് പോകാതിരുന്നവർക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭ്രഷ്ട് കൽപ്പിച്ചു. ഭ്രഷ്ട് എന്ന് പറഞ്ഞാൽ ഈ ഊര് വിലക്ക് എന്നൊക്കെ പറയുന്നത് പോലെ അവരോട് ആരും സംസാരിക്കുന്നില്ല, ഭ്രഷ്ട് കൽപ്പിക്കുകയാണ്. 50 ദിവസം അവർക്ക് പ്രയാസം ഉണ്ടായി. ആ സമയത്ത് ചില നിഷേധികൾക്ക് അവർക്ക് കത്തയച്ചു, വേണമെങ്കിൽ നമ്മുടെ കൂടെ കൂടുന്ന മുസ്ലിമീങ്ങൾ നിങ്ങളെ പരിഗണിക്കുന്നില്ലല്ലോ. അപ്പോൾ അവർ ആ കത്ത് വലിച്ചെറിഞ്ഞ് കളയുക ചെയ്തത്, അതായത് ഒഴിവാക്കി കളയുക ചെയ്തത്. അത് നമ്മൾ ഇവരൊക്കെ വന്ന് ക്ഷണിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പോയോ? അല്ലാഹു തആല പറയാണ്, അവർക്ക് ഭൂമി ഇടുക്കമായി തോന്നി, അവർക്ക് അവരുടെ ജീവിതം തന്നെ ഇടുക്കമായി തോന്നി. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹുലേക്ക് മടങ്ങാനല്ലാതെ പരിഹാരമില്ല എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനത്തെ സാഹചര്യം ഏതെങ്കിലും മുഅ്മിനീങ്ങൾക്ക് ഉണ്ടായി എന്ന് കരുതുക, കാര്യങ്ങളൊന്നും മുന്നോട്ട് നീങ്ങുന്നില്ല, വലിയ പ്രയാസം, മാനസികമായ അസ്വസ്ഥത. എല്ലാ മൽജ അമീൻ അല്ലാഹി ഇല്ലാ ഇലൈ, അള്ളാഹുവിൽ നിന്നൊരു നടപടി വന്നു കഴിഞ്ഞാൽ അള്ളാഹുലേക്ക് മടങ്ങാന്നല്ലാതെ വേറൊരു പരിഹാരം അതിനില്ല. അപ്പോൾ അള്ളാഹുലേക്ക് മടങ്ങൽ മാത്രമേ പരിഹാരമുള്ളൂ എന്നവർ തിരിച്ചറിഞ്ഞു. അപ്പം അള്ളാഹു തആല അവരുടെ തൗബ സ്വീകരിച്ചു. അള്ളാഹു ആ തൗബ സ്വീകരിച്ചു എന്ന് പറഞ്ഞ ആ രംഗാണ് ഇവിടുത്തെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഭാഗം. അള്ളാഹു തആല നബിതങ്ങളുടെയും മുഹാജിറുകളുടെയും അൻസാരികളുടെയും തൗബ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയാണ് ഈ 3 പേരുടെ തൗബയും സ്വീകരിച്ചിരിക്കുന്നു. അപ്പം ഈ 3 പേരെ മാത്രം പറഞ്ഞ് അവരൊറ്റപ്പെടുത്തി കളഞ്ഞില്ല, മറിച്ച് അള്ളാഹു തആല നബിതങ്ങളടക്കം മുഹാജിറുകളുടെയും അൻസാരികളുടെയും തൗബ സ്വീകരിച്ചു. അവരെന്ത് തെറ്റാ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല, എന്തായാലും തൗബ സ്വീകരിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഈ 3 പേരുടെ തൗബയും കൂടെ സ്വീകരിച്ചിരിക്കും. അപ്പോൾ അവർ കൂട്ടത്തിൽപ്പെട്ടതാണെന്ന് അള്ളാഹു തആല ചേർത്ത് നിർത്താണ്. എന്നാൽ ഇവരൊന്നും വെറുതെ പറഞ്ഞതാക്കിയതും ഇല്ല. അവരെ വിശേഷിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞു, ഏറ്റവും പ്രയാസകരമായ സാഹചര്യത്തിൽ നബിതങ്ങളെ പിൻപറ്റിയവർ, അൽ ഉസ്റ, പ്രയാസത്തിൻ്റെ സൈന്യം എന്നാണ് തബൂക്കിലെ സൈന്യം അറിയപ്പെടുന്നത്. ആ സ്ഥലത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റിയ മുഹാജിറുകൾ, അൻസാറുകൾ. അപ്പം അവർക്കൊരു പ്രശംസയായി, ഇവരൊറ്റപ്പെടുത്തലായതുമില്ല എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ എങ്ങനെ സംസാരിക്കണം എന്നതിന് നമുക്ക് മാതൃകയാക്കാവുന്ന ഏറ്റവും നല്ല ഉദാഹരണം. ഒരു വലിയ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ നടപടി ഉണ്ടായി. ആ നടപടി ഒഴിവാക്കി സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും ഉയർന്ന രീതിയിൽ അവരെക്കുറിച്ച് പരാമർശിച്ചു എന്നുള്ളതാണ് ഇതിൽ ആകർഷകമായൊരു ഭാഗം. രണ്ടാമത്തെ സംഗതി, അള്ളാഹു മുഅ്മിനീങ്ങളുടെ, അപ്പോൾ ഇത്രയും ജിഹാദിനെ പറ്റിയൊക്കെ പറയുമ്പം, സമരം, പോരാട്ടം എന്നൊക്കെ പറയുമ്പം അത് വെറും ഒരു ആവേശത്തിലുള്ള വിപ്ലവമാണെന്ന് കരുതരുത്. അത് ഉയർന്ന ആത്മീയ മൂല്യമുള്ള സാലിഹീങ്ങളുടെ പണിയാണെന്നാണ് ഇതിൻ്റെ പര്യാവസാനമായിട്ട് പറയുന്നത്. അപ്പോൾ ഇന്നല്ലാഹു ഇശ്തറാ മിനൽ മുഅ്മിനീൻ എന്നൊരു ആയത്തുണ്ട്. ഇതിന് ഈ 3 പേരുടെ തൗബയെ സ്വീകരിച്ചതിനെക്കുറിച്ച് പറയുന്നത് തൊട്ട് മുമ്പ്. അള്ളാഹു മുഅ്മിനീങ്ങളുടെ ശരീരവും സമ്പത്തും വിലക്ക് വാങ്ങിയിരിക്കുന്നു സ്വർഗത്തിന് പകരമായിട്ട്. അവർ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ പോരാടുന്നു, കൊല്ലപ്പെടുന്നു, അതുപോലെ തന്നെ അവർ ശത്രുക്കളെ വധിക്കുന്നു. അതിന് പകരം അള്ളാഹുർക്ക് സ്വർഗം നൽകുന്നു. അപ്പോൾ അള്ളാഹു ഇതിനെ വിലക്ക് വാങ്ങിയെന്ന് പറഞ്ഞാൽ ആകാശഭൂമിയുടെ ഉടമസ്ഥനായ അള്ളാഹു എല്ലാത്തിൽ നിന്നും നിരാശ്രയനാണ്. അപ്പോൾ അള്ളാഹു ഒരു വില കൊടുത്തൊരു സാധനം വാങ്ങണമെങ്കിൽ അത് എത്ര വിലപ്പെട്ടതായിരിക്കും. മുഅ്മിനിൻ്റെ ശരീരവും സമ്പത്തും അള്ളാഹു സ്വർഗത്തിന് പകരം വിലക്ക് വാങ്ങിയിരിക്കുന്നു. അവർ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ പോരാടുന്നു, കൊല്ലപ്പെടുന്നു, അവർ ശത്രുക്കളെ വധിക്കുന്നു എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു പറയാണ്. ഈ വിഷയം മുഴുവൻ പര്യാവസാനത്തിലേക്ക് കൊണ്ടുവരാണ്. അത്താഇബൂൻ അൽ ആബിദൂൻ അൽ ഹാമിദൂൻ അസ്സായിഹൂൻ അർ റാക്കിഊൻ അസ്സാജിദൂൻ
അൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകരി വൽ ഹാഫിളൂന ലിഹുദൂദില്ല. അവൻ വെറും മസിൽ വീർപ്പിച്ച് നല്ല ജിമ്മിലൊക്കെ പോയി കുറേ കിലോമീറ്റർ രാവിലെ ഓടി ആരോഗ്യം ഉണ്ടാക്കിയിട്ട് അങ്ങ് പോരാളിയാകാമെന്ന് കരുതുന്നുണ്ട്. അതൊരു ഭാഗം, സജ്ജീകരണങ്ങളൊക്കെ ഒരു ഭാഗം. മറുഭാഗത്ത് അവർ തൗബ ചെയ്യുന്നവരാണ്, ഇബാദത്ത് ചെയ്യുന്നവരാണ്, അള്ളാഹുവിനെ സ്തുതിക്കുന്നവരാണ്, സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നവരാണ്, നന്മ കൽപ്പിക്കുന്നവരാണ്, തിന്മ തടയുന്നവരാണ്, അള്ളാഹുവിൻ്റെ അതിർവരമ്പുകൾ സൂക്ഷിക്കുന്നവരാണ് എന്ന ഗുണങ്ങളുടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ട് പറയാണ് ഇവരാണ് ആ പോരാളികൾ എന്ന് പറഞ്ഞാൽ ഇത് വൈകുന്നേരത്ത് വെറുതെ മുദ്രാവാക്യം വിളിയും സമരമല്ല. രാവിലെ സുബഹിക്ക് പള്ളിയിലെത്തണം, ശേഷം ദിക്ർ ചെല്ലണം, പിന്നെ സുന്നത്ത് നോമ്പൊക്കെ എടുക്കണം എന്ന് മനസ്സിലായി. അപ്പോൾ ഇസ്ലാമിലുള്ള ജിഹാദ് അത് വെറൊരു കായികാഭ്യാസമല്ല, മറിച്ച് ഈമാനുള്ള ആളുകളുടെ സമരമാണ്, അവരുടെ പോരാട്ടമാണ് എന്ന് ഈ ഒരൊറ്റ ആയത്തുകൊണ്ട് അത്താഇബൂൻ അൽ ആബിദൂൻ എന്ന് തുടങ്ങുന്ന ആയത്തുകൊണ്ട് അള്ളാഹു നമുക്ക് പഠിപ്പിക്കുകയാണ്. അടുത്ത സംഗതി ഇൽമിൻ്റെ പ്രാധാന്യമാണ്. കാരണം ഇത്രയും കേട്ടപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും കൂടെ സൈനികരായിട്ട് പോകണോ? വേണ്ട. വമാക്കാനൽ മുഅ്മിനൂന ലിയൻഫിറു കാഫ, മുഅ്മിനീങ്ങളെല്ലാവരും കൂടെ പോകേണ്ടതില്ല. എപ്പോഴും എല്ലാ വലിയ സംഘത്തിൽ നിന്നും ഒരു ചെറു സംഘം ഫലൗല നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ, ദീൻ ആഴത്തിൽ ഗ്രഹിക്കാൻ ഓരോ സംഘത്തിൽ നിന്നും ഒരു ചെറു സംഘം എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? അവർ ഇൽമു പഠിക്കണം, എന്നിട്ട് അവർ ഇവർക്ക് മുന്നറിയിപ്പ് നൽകണം. ഈ അവരാരാണ് ഇവരാരാണ്? രണ്ട് വ്യാഖ്യാനമുണ്ട്. ഒന്നുകിൽ ഇൽമു പഠിച്ചവർ ഈ സൈനിക മുന്നേറ്റങ്ങൾക്കൊക്കെ പോയവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കണം, ഒന്ന്. രണ്ട്, അവർ അള്ളാഹുവിൻ്റെ വഴിയിൽ കണ്ട സഹായങ്ങളെപ്പറ്റി ഇവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്താണെങ്കിലും ഓരോന്നിനും അതിൻ്റേതായ ആളുകൾ ഉണ്ടാകണം എന്നർത്ഥം. അപ്പോൾ ഇൽമു പഠിക്കാൻ ഒരു സംഘം ഉണ്ടാകണം എന്നും ഈ സൂറത്ത് തൗബയുടെ അവസാനത്തിൽ പരാമർശിക്കുന്നുണ്ട്. ശേഷം സൂറത്ത് യൂനുസാണ്, മക്കിയായ സൂറത്താണ്. സാധാരണ മക്കി സൂറത്തുകളെ പോലെ തന്നെ ഈമാനികമായ കാര്യങ്ങൾ അള്ളാഹു, റസൂൽ, ആഖിറം ഇതിൽ കൂടുതലായി പരാമർശിക്കുന്നുണ്ട്. ജനങ്ങളുടെ ദുആ കുറയുന്നതിനെ പറ്റി അള്ളാഹു തആല പറയാണ്. ജനങ്ങൾക്കൊരു പ്രയാസമുണ്ടായി കഴിഞ്ഞാൽ നിന്നും ഇരുന്നും കിടന്നും ദുആ ചെയ്യും. നല്ലൊരു മൂത്രത്തിൽ കല്ല് വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന് വിളിയോട് വിളിയായിരിക്കും. അങ്ങനെ തന്നെ ദൂരീകരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ലാത്തതുപോലെ അവൻ മറന്നു കളയുന്നു. അള്ളാഹു തആല ആ അവസ്ഥയിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ സമയത്തും നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ഏത് ദുആ ചെയ്യൂല എന്ന വാശിയുള്ള ആളും ദുആ ചെയ്തു പോകും. നല്ലൊരു വേദന വന്നാൽ മതി എവിടെയെങ്കിലും. നിരീശ്വരവാദി പോലും വേണേൽ വിളിച്ചോ. നിരീശ്വരവാദി പോലും വേണ്ട സ്ഥലത്തൊരു വേദന എന്നാൽ അവരും വിളിക്കും, വിളിക്കേണ്ട പോലെ തന്നെ വിളിക്കും. അപ്പോൾ മനുഷ്യനൊരു പ്രയാസമുണ്ടായി കഴിഞ്ഞാൽ, ഒരു ഉരുൾപൊട്ടലോ അങ്ങനെ രാത്രി ഏതെങ്കിലും ഒരു കല്ലിൽ പിടിച്ച് നിൽക്കേണ്ട സാഹചര്യമൊക്കെ വന്നാൽ അവർ പടച്ചവനെ വിളിക്കും. വിളി തന്നെ എന്താ പറയുക, വല്ലാത്ത വിളിയായിരിക്കും. എന്നിട്ട് അതങ്ങ് മാറ്റിക്കൊടുത്താലോ അവൻ നടന്നു പോകും. അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ലാത്തതുപോലെ. വഇദാ മസ്സന്നാസ ദുർറു ദഅാനാ ലിജംബിഹി ഔ ഖാഇദൻ ഔ ഖായിമ. ശേഷം അല്ലാഹു തആല ദുനിയാവിൻ്റെ നിസ്സാരതയെപ്പറ്റി പറയാണ്. വീണ്ടും ഇതുപോലത്തെ സംഭവങ്ങൾ പറഞ്ഞു. നിങ്ങൾ കടലിൽ അകപ്പെട്ടു, എന്നിട്ട് കടലിൽ അകപ്പെടുന്നത് പോലത്തെ സാഹചര്യമൊക്കെ അല്ലാഹു തആല ആ രീതിയിൽ ഭാഷാപ്രയോഗം നടത്താണ്. നിങ്ങൾ വലിയ കാറ്റിലും കോളിലും പെട്ട് നിൽക്കുന്നു, മരണത്തെ മുഖാമുഖം കണ്ടാൽ എന്ത് പറയും? അള്ളാഹു രക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങൾ നന്ദിയുള്ളവരാകും എന്ന് പറയും. രക്ഷിച്ച് കരയിലെത്തിക്കഴിഞ്ഞാലോ നിങ്ങൾ വീണ്ടും നന്ദികേട് തന്നെ കാണിക്കും. അപ്പോൾ അല്ലാഹു തആല ദുനിയാവിൻ്റെ ഉദാഹരണം പറയാണ്. ദുനിയാവിൻ്റെ നിസ്സാരത പറയൽ ഇത്തരം സൂറത്തുകളുടെ ഒരു പ്രമേയം തന്നെയാണ്. ഒരു മഴ പെയ്തിട്ട് ചെടി ഇങ്ങനെ മുളച്ച് വന്നു, അതിൻ്റെ ആളുകളിങ്ങനെ വളർന്ന് വലുതായി, ഇപ്പോൾ ഒരു പാകമായി എന്ന് കരുതുമ്പോഴേക്ക് പെട്ടെന്നൊരാപത്ത് വന്നതില്ലാതായിപ്പോയി. ഇതുപോലെയാണ് ദുനിയാവിൻ്റെ ഉപമ. അഥവാ ഒന്ന് ആരോഗ്യമൊക്കെ വന്ന്, തണ്ടൊക്കെ വന്ന്, കച്ചവടമൊക്കെ നന്നായി പച്ചപിടിച്ച് ഇപ്പം സെറ്റിലായി എന്ന് തോന്നുമ്പോൾ മരണം നമ്മളെ തേടിയെത്തുന്ന അർത്ഥം. അതുകൊണ്ട് എല്ലാം സെറ്റിലായിട്ട് ഇൻഷാ അല്ലാഹ് സാലിഹാകാം, പിന്നെ ദീനിൻ്റെ പ്രവർത്തകനാകാം എന്നാരും കരുതരുത്. ഏത് സമയത്തും ഇപ്പോൾ ഓക്കെ ആയി നമ്മൾ കരുതുമ്പോഴായിരിക്കും മരണം വരെ. അത്ര നിസ്സാരമാണ് ദുനിയാവിലെ ജീവിതം. ശേഷം അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം എന്ന ആയത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. അപ്പോൾ ആരാണ് ഔലിയാക്കൾ? ഈമാനും തഖ്വയുമുള്ളവർ എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. സ്വാഭാവികമായിട്ട് സാധാരണ ജനങ്ങളെക്കാൾ തഖ്വ ഉണ്ടാകും. അവർ ഫർളുകളും സുന്നത്തുകളൊക്കെ ശ്രദ്ധിക്കും. എൻ്റെ അടിമ ഫർളുകൾ പൂർത്തിയാക്കും, ശേഷം പിന്നെ സുന്നത്തുകൾ, അപ്പോൾ അവൻ്റെ കൈ ഞാനാകും എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതല്ലാതെ ഷോർട്ട് കട്ടില്ല. നമ്മൾ ഏതെങ്കിലും ആഫ്രിക്കൻ രാജ്യത്തേക്ക് പോയി 4 സലാത്ത് പഠിച്ചു വന്നു, പിന്നെ പൊന്നാനിൻ്റെ എല്ലാ ആൾക്കാരെക്കാളും നമ്മൾ സാലിഹ്യങ്ങളായി. പള്ളിയിൽ നോക്കിയിട്ട് കാണുന്നില്ല, സുബഹിക്കില്ല, അസറിനില്ല, ജമാഅത്ത് നിസ്കാരത്തിനില്ല. ആഫ്രിക്കയിൽ നിന്ന് കിട്ടിയ ദിക്റായിട്ട് പെട്ടെന്ന് വലിയായി. അങ്ങനെ ആവാൻ കഴിയില്ലല്ലോ. ഇവിടെ നിന്നുള്ള ഫർദ് നിസ്കാരവും സുന്നത്ത് നിസ്കാരവും ബാക്കിയുള്ള എല്ലാവരോടും പറഞ്ഞിട്ടുള്ള ഇബാദത്തുകളൊക്കെ കഴിഞ്ഞ് എന്നിട്ട് നിങ്ങൾക്ക് ഹിമ്മത്തുണ്ടെങ്കിൽ പിന്നെ വിറുതുകളായി, ഔറാദായി, അതുപോലെ തന്നെ കുറച്ചധികം പരിശീലനമായി, അങ്ങനെയല്ല വലിയാവുക, അങ്ങനെയല്ല അള്ളാഹുവിലേക്ക് അടുക്കാം. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവർ ഈമാനുള്ളവരാണ്, തഖ്വ ഉള്ളവരാണ്. അവർക്ക് ഐഹിക ലോകത്ത് തന്നെ സന്തോഷ വാർത്തകളുണ്ട്.
പരലോകത്തുമുണ്ട്. എന്താണ് ഐഹിക ലോകത്തെ സന്തോഷ വാർത്ത? അവരെ പറ്റി സോഷ്യൽ മീഡിയയിൽ വാർത്ത വരുന്നതാണോ? അത് വന്നോട്ടെ. സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ അർറുഇയ സാലിഹ, സാലിഹായ സ്വപ്നങ്ങളാണ്. യറാഹൽ മുഅ്മിനു ഔ തുറാലഹു, മുഅ്മിൻ കാണും അല്ലെങ്കിൽ മുഅ്മിനെ പറ്റി മറ്റുള്ളവരെ കാണും. ഒന്നുകിൽ നമ്മൾ കാണും അല്ലെങ്കിൽ നമ്മളെ പറ്റി മറ്റുള്ളവർ കാണും. നല്ല നല്ല സ്വപ്നങ്ങൾ കാണും. ഇത് അല്ലാഹു തആല ദുനിയാവിൽ നൽകുന്ന സന്തോഷ വാർത്തയാണ്. നല്ല സാഹചര്യങ്ങൾ, നല്ല സ്വപ്നങ്ങൾ, നല്ല അവസ്ഥകൾ അവർ കാണും. അല്ലാഹു തആല അവർക്ക് സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കും. ഫലഹുമുൽ ബുശ്റ ഫിൽ ഹയാത്തി ദുനിയ. അപ്പോൾ സ്വപ്നങ്ങൾ ഒരുപാടുണ്ട്, മഹാന്മാരുടെ സ്വപ്നങ്ങൾ, നല്ല നല്ല അവസ്ഥകൾ, നല്ല നല്ല കാര്യങ്ങൾ അവർ കണ്ടത്. അപ്പോൾ ഇത് ഔലിയാക്കളെക്കുറിച്ച് അല്ലാഹു തആല സൂറത്ത് യൂനുസിൽ പരാമർശിച്ചൊരു കാര്യമാണ്. ശേഷം ചില നബിമാരുടെ സംഭവങ്ങൾ, അതിൽ കൂട്ടത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സംഭവം കാണാം. നേരത്തെ നമ്മൾ വിവരിച്ചിട്ടുണ്ട്. അപ്പം സാഹചര്യങ്ങൾ വന്നതും അവർ ഈമാൻ സ്വീകരിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അവസാനം ഫിർഔന്റെ പീഡനം ഒരു പരിധി കഴിഞ്ഞപ്പം മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ ദുആ ചെയ്യണം, അള്ളാഹു എന്തൊരു പത്രാസും എന്തൊരു സൗകര്യങ്ങളാണ് ഫിർഔന് കൊടുത്തിട്ടുള്ളത്, എന്തെല്ലാം കാര്യങ്ങളാണ് അവരുടെ കയ്യിലുള്ളത്. അത് വെച്ച് അവർ അക്രമം കാണിക്കുന്നു, അത് വെച്ച് അവർ ജനങ്ങളെ ദീനിൽ നിന്ന് തടയുന്നു. അള്ളാഹു നീ സമ്പത്ത് മുഴുവനും നശിപ്പിച്ച് കളയണം. അവസാനം ഫിർഔനെതിരെ മൂസാ നബി അലൈഹി സ്വലാം ബദ്ദുആ ചെയ്യാണ്, ഈ നിൻ്റെ ശിക്ഷ കാണാതെ ഇവൻ വിശ്വസിക്കുകയില്ല. അല്ലാഹു തആല അറിയിക്കുകയാണ്, ഖാല ഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങൾ രണ്ടുപേരുടെയും ദുആ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ വഖാല മൂസ റബ്ബന ഇന്നക ആതൈത ഫിർഔൻ. അപ്പോൾ ദുആ ചെയ്തപ്പോൾ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ. മൂസാ നബി പറഞ്ഞു, റബ്ബേ നീ കൊടുത്തു ഫിർഔൻ ഈ പത്രാസൊക്കെ, ഇത് വെച്ച് ഇവൻ ജനങ്ങളെ ദീനിൽ നിന്ന് തടയുന്നു. അതുകൊണ്ട് റബ്ബന തമിസ് അലാ അംവാലിഹിം, ഈ സമ്പത്തൊക്കെ നീ നശിപ്പിച്ച് കളയണം, ശിക്ഷ കാണാതെ ഇയാൾ വിശ്വസിക്കുകയില്ല എന്ന് പരിധി വിട്ടപ്പം മൂസാ നബി അലൈഹി സ്വലാം ദുആ ചെയ്തു. അല്ലാഹു പറയാണ്, ഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങൾ രണ്ടുപേരുടെയും ദുആ അല്ലാഹു സ്വീകരിച്ചു. അപ്പോൾ ഒരാളുടെ ദുആ അങ്ങനെ രണ്ടാളുടെ ദുആയായി. ആമീൻ പറഞ്ഞു. അതെ, അപ്പോൾ ദുആ ചെയ്തത് ഒരാളാണല്ലോ. അപ്പോൾ അതെങ്ങനെ രണ്ട് ദുആയായി? അത് ഹാറൂൻ അലൈഹി സ്വലാം എങ്ങനെ ഈ ദുആയിൽ പങ്കാളിയായി? ഒരാളുടെ ദുആ അങ്ങനെ രണ്ടാളുടെ ദുആ ഏതാണ് ചോദിക്കുന്നത്? ആമീൻ പറഞ്ഞു. അപ്പോൾ ഒരാൾ ദുആ ചെയ്ത് അത് അടുത്ത ആൾ ആമീൻ പറഞ്ഞാൽ അത് രണ്ടുപേര് ദുആ ചെയ്തതുപോലെയാണെന്ന് ഖുർആൻ പറയാണ്. ദുആ ചെയ്തത് മൂസാ നബിയാണ്. അള്ളാഹു ഉത്തരം പറഞ്ഞത് നിങ്ങളുടെ രണ്ടുപേരുടെയും ദുആ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലും സൗകര്യമുള്ളപ്പോഴാണോ അപ്പോഴൊക്കെ, നമ്മുടെ പള്ളികളിലൊക്കെ ഇപ്പോൾ ഇത് കുറവാണ്, മജ്ലിസുകൾ അല്ലെങ്കിൽ ദുആക്ക് വേണ്ടി കൂടുന്നത്. വലിയൊരു സലഫി പണ്ഡിതനുണ്ട്, ഷെയ്ഖ് ഖാദി അബൂ യഅല. ഖാദി അബൂ യഅലയെ പറ്റി അദ്ദേഹത്തിൻ്റെ മകൻ എഴുതാണ്, എല്ലാ ആഴ്ചയും ഖതം ഓതി ദുആ നടക്കും. വകാന അന്നാസു യുഅമ്മിനൂന അല ദുആഇഹി, അദ്ദേഹത്തിൻ്റെ ദുആക്ക് ജനങ്ങൾ ആമീൻ പറയും. അത് വർഷങ്ങളോളം ഉണ്ടായിരുന്നു. അതായത് തബഖാത്തുൽ ഹനാബില എന്ന് പറഞ്ഞ ഇമാമുകളുടെ ചരിത്രം പറയുന്നിടത്ത് ഖാദി അബൂ യഅല എന്ന് പറഞ്ഞ ഹംബലിയായ സലഫിയായ ഇമാമിൻ്റെ മകൻ പറയാണ്, അദ്ദേഹം വർഷങ്ങളോളം വ്യാഴാഴ്ച ദിവസം അദ്ദേഹം ഖതം തീർക്കും, അദ്ദേഹം തീർക്കുന്ന മറ്റു ഖത്മുകൾക്ക് പുറമെ, എന്നിട്ട് അദ്ദേഹം ദുആ ചെയ്യും, ജനങ്ങൾ മുഴുവനും ആമീൻ പറയും. അങ്ങനത്തെ മജ്ലിസ് അവരുടെ പള്ളിയിൽ എല്ലാ ആഴ്ചയും ഉണ്ടായിരുന്നു എന്ന് ഇമാം ഖാദി അബൂ യഅലയുടെ മകൻ രേഖപ്പെടുത്താണ്. അല്ലാഹു തആല ഇവിടെ ഖുർആനിൽ പറയാണ്, മൂസാ നബി അലൈഹി സ്വലാം ദുആ ചെയ്തു, ഹാറൂൻ അലൈഹി സ്വലാം ആമീൻ പറഞ്ഞു, രണ്ടുപേരുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഗൃഹനാഥനാണ്, ഭാര്യ, മക്കളൊക്കെ, ഇവരൊക്കെ അങ്ങനെ ദുആ ചെയ്യാൻ പഠിക്കും. എങ്ങനെ പഠിക്കും? പള്ളിയിലെ മജ്ലിസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ദുആ ചെയ്യണം, ഭാര്യ മക്കളൊക്കെ നമ്മളെ കൂടെ ആമീൻ പറയുന്ന അവസ്ഥ ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് വീട്ടിൽ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം കാണാൻ സാധിക്കും. തയ്യാറില്ല എല്ലാവരും? ശേഷം ഈ ദുആക്കൊക്കെ ശേഷം അല്ലാഹു തആല ഫിർഔനെ നശിപ്പിച്ച സംഭവം പറയുന്നുണ്ട്. വെള്ളം വായിൽ കയറിയപ്പോൾ ഫിർഔൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ, ബനു ഇസ്രായേൽ വിശ്വസിച്ച റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞു. അള്ളാഹു ചോദിക്കുകയാണ്, ഇപ്പോഴാണോ റൂഹ് തൊണ്ടക്കുയിലെത്തിയതിന് ശേഷം കടലിൽ മുങ്ങി ഫുള്ള് മൂക്കിലും വായിലും വെള്ളം കയറിയപ്പോഴാണ് വിശ്വസിക്കുന്നത്? നീ അക്രമികളിൽ പെട്ടുപോയി. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അള്ളാഹു പറയാണ്, ഒരാൾക്കും ഇങ്ങനെ അളവ് കൊടുക്കൂല, റൂഹ് തൊണ്ടക്കുയിലെത്തിയാൽ പിന്നെ ആരും ഇതാക്കൂല. യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ ജനത, അവർക്ക് അദാബ് വന്നെത്തിയതിന് ശേഷവും അള്ളാഹു അവർക്ക് വിടുതൽ നൽകിയിട്ടുണ്ട്. കാരണം സമയം പൂർത്തിയാക്കുന്നതിന് മുമ്പ് യൂനുസ് നബി അലൈഹിസ്സലാം ആ നാട് വിട്ട് പോയതുകൊണ്ട് അവർക്ക് മാത്രം ഇളവ് കൊടുത്തതല്ലാതെ ഒരാൾക്കും അവസാന സെക്കൻഡ് എത്തിയാൽ പിന്നെ ആർക്കും സമയമില്ല. ഇതൊക്കെ കണ്ട നമ്മളൊക്കെ ചിന്തിക്കും, ഒരു സമയം വരും, അന്ന് നമ്മൾ ചിന്തിക്കും ആ റമദാൻ കുറച്ചും കൂടെ മുതലാക്കിയാൽ മതിയായിരുന്നു ചിന്തിക്കും. ആ സമയത്ത് ആലോചിച്ചിട്ട് കാര്യമില്ല, ഇപ്പോഴാണ് അതിൻ്റെ സമയം. അല്ലാഹു തആല അത് മനസ്സിലാക്കാനും അമൽ ചെയ്യാനും തൗഫീഖ് തരട്ടെ. ഇങ്ങനെയുള്ള ഈമാനിക കാര്യങ്ങളാണ് സൂറത്ത് യൂനുസിലുള്ളത്. അല്ലാഹു തആല ഖുർആൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനും അമൽ ചെയ്യാനും ദഅവത്ത് ചെയ്യാനും അല്ലാഹു തൗഫീഖ് തരട്ടെ.